നിങ്ങൾ ചേട്ടനും അനിയനും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക. അപ്പോഴേക്കും ഞാൻ എൻ്റെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കിയിരിക്കും. പിന്നെ പരിഭവം പറയരുത്. സ്വത്ത് നന്ദനയുടെ പേരിലാക്കി കൊടുക്കുക. അതാണല്ലോ ആദ്യപടിയായിട്ട് അളിയന്മാർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കൈവശപ്പെടുത്തിയാ മതി. ആശയം കൊള്ളാം. എന്ത് ചെയ്യാം, നടക്കത്തില്ലല്ലോ രഘുനാഥ. വെറുതെ മനപ്പായസം കുടിക്കാനേ ഉള്ളൂ. പ്രമേയം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. വലിയനോടും പറയണം ഏറെ കുടിച്ചോളാൻ. മനപ്പായസല്ലേ, ഷുഗർ കൂടത്തില്ല. കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയാമോ? സ്റ്റേ എന്നൊരു വാക്ക് രഘുനാഥൻ കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെ. നന്ദനയ്ക്ക് സ്വത്ത് കിട്ടാനുള്ള നിയമ നടപടികൾക്ക് സ്റ്റേ മേടിക്കാൻ പോവാ ഞാൻ. ലീഗൽ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ടാ ഞാനൊന്ന് വെയിറ്റ് ചെയ്തത്. അങ്ങനെ വെറുതെ ചെന്നാ സ്റ്റേ എടുത്ത് തരാനിരിക്കല്ലേ കോടതി? വെറുതെ അല്ല അനിയനളിയ. പോകേണ്ട റൂട്ടിൽ പോയി കാര്യം സാധിക്കാൻ എനിക്കറിയാം. നീയേ തടയാമെങ്കിൽ തടഞ്ഞോ. അതിനെ ഞങ്ങൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. പക്ഷേ ഇക്കാര്യം നടക്കത്തില്ല. ചുരുക്കത്തിൽ ഇടഞ്ഞു നിൽക്കാൻ തന്നെയാണോ പ്രതാപേട്ടന്റെ ഉദ്ദേശം? ഇനി പ്രത്യേകിച്ച് ഉദ്ദേശിക്കാനൊന്നുമില്ല. ഇടഞ്ഞു കഴിഞ്ഞു ഞാൻ. ഇടയുന്നതിന് മുമ്പേ നിങ്ങൾക്കൊക്കെ ഒരു ചാൻസ് തന്നതാ. പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല. ഇനിയിപ്പോ ഐശ്വര്യമായിട്ടേ നിങ്ങൾക്കൊരു സ്റ്റേ നോട്ടീസ് കാണാം. അതിനുവേണ്ടി കാത്തിരിക്കും. പ്രതാപേട്ടനെ കാണിക്കുന്നത് അവിവേകമാണ്. ഇത്രയും കാലം ഒന്നിച്ചു നിന്നിട്ട് ഇപ്പൊ ഈ കാണിക്കുന്നത് ശരിയല്ല. ഒരുമിച്ച് നിന്നതുകൊണ്ട് എനിക്കെന്ത് ഗുണ കിട്ടിയത്? കുറച്ച് മുറി ഇംഗ്ലീഷ് പറയുന്നതല്ലാതെ നിന്റെ ചേട്ടനെ കൊണ്ട് എനിക്കെന്തല്ല ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ നീ ഒരു വഴിക്ക് പോയാൽ പാലൊഴിച്ചൊരു ചായ പോലും മേടിച്ചു തരാത്ത പിശുക്കനല്ലേ നീ? ആ പ്രതിഭയുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. അത് അല്ല എന്റെ കൾച്ചർ. അല്ല, കൾച്ചറില്ലാത്ത എന്ത് കാര്യ പ്രതിഭ ചെയ്തത്? അത് വിട്. ഇപ്പോ അതല്ലല്ലോ വിഷയം. നിങ്ങൾ കാണിക്കാൻ പോകുന്ന അബദ്ധമാണ്. വെറും ഭീഷണിയാണെങ്കിൽ പോട്ടെ, അതല്ല സീരിയസ് ആയിട്ടാണെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നേരിടും. പ്രതാപേട്ടൻ ഒറ്റപ്പെടും. ഒറ്റയ്ക്ക് നിൽക്കുന്നതാ എനിക്കിഷ്ടം. അപ്പ ശക്തി കൂടും. എങ്കിൽ കാണാം, നമുക്ക് കാണാം. സ്റ്റേക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നോ? കാണാം. എന്താ രഘുവേട്ട പ്രശ്നം? എന്റെ കാര്യം എന്താ പറഞ്ഞത്? നീ ആളത്ര ശരിയല്ല. ഓഹോ, അങ്ങനെ പറഞ്ഞോ? വൃത്തിയിട്ടവൻ. എന്റെ തനിനിറ അയാൾ കണ്ടിട്ടില്ല. പ്രതിഭയെന്ന് വിളിച്ച് പല്ലി പിടിച്ചും കൂടി വരട്ടെ. നീ ഇത് കേൾക്ക്. നന്ദനയ്ക്ക് സ്വത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി സ്റ്റേ വാങ്ങിക്കാൻ പോവാ പ്രതാപേട്ടൻ. അങ്ങനെ ഒരാൾ നോക്കിയാ സ്റ്റേ കിട്ടുമോ? വക്കീലും എടുക്കാനാണെങ്കിൽ അതൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും. കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കമുണ്ടെന്നോ സ്വത്തുമായി ബന്ധപ്പെട്ട് കേസുണ്ടെന്നോ ഒക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാൽ മതിയല്ലോ. എനിക്കതിന്റെ നിയമവശങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. വളഞ്ഞ വഴിയിലൂടെ പോയി സ്റ്റേ എങ്ങാനും വാങ്ങിച്ചാ കുഴപ്പമാവില്ലേ? ആവും. ഓരോ നൂലാമാലകളിൽ കുരുങ്ങി ആർക്കും ഇത് അനുഭവിക്കാൻ കഴിയാതെ വരും. തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുതെന്നാ പ്രതാപേട്ടൻ വിചാരിക്കുന്നത്. വിഷമാണെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയും വിഷമാണെന്ന് കരുതിയില്ല. ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് അയാള് പണി തുടങ്ങിക്കാണെന്ന് ഉറപ്പാ. നമ്മളിനി വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ വലിയേട്ടനൊന്ന് കാണാം, ആലോചിക്കട്ടെ എന്തു വേണമെന്ന്. അമ്മേ, വീട്ടിൽ നിന്ന് പ്രതിഭയോ രഘുവോ മറ്റോ വിളിച്ചിരുന്നു മോളെ? ഇല്ല, അങ്ങനെ ഒരു പതിവില്ലല്ലോ അമ്മേ. മുത്തശ്ശി മരിക്കാറായി കിടന്നപ്പോഴും അമ്മയല്ലേ എന്നെ വിവരം അറിയിച്ചത്.
എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടെങ്കിലേ പ്രതിഭമായി വിളിക്കൂ. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഉദയനൂരോ? എന്താ അമ്മേ? പ്രതിഭയും രഘുവും വല്യേട്ടനും ചേർന്നാണല്ലോ ഓരോ പരിപാടി ഒപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കർക്ക് കമ്പനിക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരുന്നത് പ്രതാപേട്ടനാ. മിക്കവാറും ഇവിടുന്ന് വണ്ടിയെടുത്ത് ഓരോരോ ഗൂഢാലോചനയ്ക്കായി ഉദയന്നൂര് പോകും. മിക്കപ്പോഴും വല്യേട്ടൻ കാണില്ല. ബാക്കി 3 പേരുമായിരുന്നു ഒന്നിച്ചു നിന്നത്. ആ കൂട്ടുകെട്ടിന് എന്തോ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ആണോ? എന്നോടാരും പറഞ്ഞതല്ല. പ്രതാപേട്ടൻ ഉദയന്നൂരിലേക്ക് വിളിച്ചു പറഞ്ഞത് യാദൃശ്ചികമായി ഞാൻ കേട്ടതാ. നമ്മളെയും ബാധിക്കുന്ന കാര്യമാ. അതെന്താ അമ്മേ? അമ്മയുടെ വിൽപ്പത്രപ്രകാരം നിനക്ക് സ്വത്ത് കിട്ടാനുള്ള നടപടികൾ സ്റ്റേ ചെയ്യാനാണ് പ്രതാപേട്ടൻ നോക്കുന്നത്. കോടതിയിൽ നിന്നും സ്റ്റേ കിട്ടിയൊന്നും എനിക്ക് സംശയമുണ്ട്. നീ മുൻകൈ എടുത്തെങ്കിലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വിൽപ്പത്രം നിന്റെ പേരിലാണല്ലോ. കേൾക്കുന്നുണ്ടോ മോളെ? ആ. ഇത്തരത്തിലൊരു സ്റ്റേ നടപടി ഉണ്ടായ ബാക്കി എന്താണെന്ന് ആരോടെങ്കിലും അന്വേഷിക്കണം. അതിനനുസരിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യണം. സ്വത്തിന്റെ കാര്യ, അതുകൊണ്ട് പിന്നീടാവട്ടെ എന്നൊന്നും വിചാരിച്ച് നീ ഉഴപ്പല്ലേ മോളെ. നാളെ ഒരിക്കൽ നഷ്ടം വരുന്നത് നിനക്കായിരിക്കും. ഞാൻ ആലോചിക്കട്ടെ അമ്മേ. എന്നിട്ട് വേണ്ട പോലെ ചെയ്യാം. ചെയ്യണം. എന്നാ ശരി. ആ. അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ? അമ്മ കേട്ടു. ഞാൻ അറിയേണ്ടതായിട്ട് എന്തെങ്കിലും വിദ്യച്ച് പറഞ്ഞോ? പറഞ്ഞു. ഗൗരവമുള്ള കാര്യം. മുത്തശ്ശി എന്റെ പേരിൽ എഴുതി വെച്ച വിൽപത്രം അശ്വിന്റെ അച്ഛൻ സ്റ്റേ ചെയ്യിച്ചു. ഓ, അതാണോ? അതത്ര നിസ്സാരാണോ? തന്റെ ഫാമിലി പ്രശ്നമാണിത്. അതിലിടപെടാൻ മുത്തശ്ശിയുടെ മൂത്ത മകളായ വിദ്യേച്ചുണ്ട്. നന്ദനയുടെ മദർ എന്ന നിലയിൽ അതിനുള്ള ചുമതലയുള്ളതും വിദ്യേച്ചിക്ക. അമ്മയുടെ നിസ്സഹായത ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? ഞാൻ തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കൂ. അശ്വിന്റെ അച്ഛൻ പലപ്പോഴും അടിമയോട് എന്ന പോലെ അമ്മയോട് പെരുമാറുന്നത്. ആ മനുഷ്യന്റെ കണ്ണ് വെട്ടിച്ച അമ്മ ഇത്രയും വിവരങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞത്. അത്രയ്ക്ക് ഭയവാ. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്നാ? എന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നൊരു ധാരണയുണ്ട് അശ്വിന്റെ അച്ഛന്. ഇത് പക്ഷെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. സ്വത്ത് തർക്കം, ഓഹരി വെപ്പ്, ഇത്തരം നൂലാമാലകളിലൊന്നും ഞാൻ ഇടപെടാറില്ല. താനെന്താ ഇന്നിങ്ങോട്ട് വിരുന്ന് വന്നാണോ? എന്നെ കുറിച്ചൊന്നും അറിയാത്ത പോലെ. ഇതുവരെ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സഹായം ചോദിച്ചിട്ടുണ്ടോ? ഇതിപ്പോ നിവൃത്തികേട് കൊണ്ടാ. അതിന്റെ പേരിൽ ഞാൻ ഇണങ്ങാത്ത വേഷം കെട്ടണോ? ഇത് തന്നെ അശ്വിന്റെ അച്ഛന്റെ ധൈര്യം. ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ എങ്ങനെ വേണമെങ്കിലും കയറി ആക്രമിക്കാലോ. അതോ ഏറ്റവും അടുപ്പമുള്ള ആളായതുകൊണ്ട് എന്റെ സ്വത്തുകൂടി പിടിച്ചെടുത്തോട്ടെ എന്നാണ്. പ്രതാപേട്ടൻ എന്ന് തീർത്ത് വിളിക്കാറില്ലല്ലോ. അത്രയും പ്രിയപ്പെട്ട ആളല്ലേ. മറുപടി പറയുന്നില്ല ഞാൻ. അത് അർഹിക്കുന്നില്ല എന്ന് തന്നെ കാരണം. എനിക്കിത് വിട്ടുകളയാൻ പറ്റാത്ത വിഷയ. ആരുടെയെങ്കിലും സപ്പോർട്ട് ആവശ്യമാണ്. കൂടെ നിൽക്കേണ്ട ആളിനോട് റിക്വസ്റ്റ് ചെയ്തു. ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കിട്ടിയത് പതിവ് പോലെ അവഗണന. ഇനി അടുത്ത വഴി ആലോചിക്കാം.
നേരിട്ടല്ലെങ്കിലും 3 മാസത്തെ കാലാവധിയുടെ കാര്യം അമ്മ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. എന്റെ കൂടെ ആരൊക്കെ നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം ഞാൻ ആരുടെ കൂടെ നിൽക്കണമെന്ന് തീരുമാനിക്കാൻ. പുതിയ ഉപാധി വെക്കുകയാണോ? ഇത്തരം കേസുകൾ തൽക്കാലം എടുക്കുന്നില്ല. അതിന്റെ ഭവിഷ്യത്ത് എന്തായിരുന്നാലും ഒന്ന് നിന്നേ, ഡൈ സ്പൂണും കൂടി കൊണ്ടോ. നീയും വാ. ഹരിപ്രസാദിനെ ഇതുവരെ നീ പരിചയപ്പെട്ടില്ലല്ലോ. ആ വികലാംഗനെ പരിചയപ്പെടാത്തതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ. നീ വാന്നേ, നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഗസ്റ്റ് അല്ലേ, നീ വാ. ഹലോ. സജീവ്, നീയും കേറി വാ. ഹരി, ഇതാണ് ശ്രുതി. സജീവ് പറഞ്ഞിരുന്നു അനിയത്തിയെക്കുറിച്ച്. അനിയത്തിയാണെങ്കിലും എന്റെ മൂത്ത പെങ്ങളാന്ന ഇവളുടെ ഭാവം. അതെ, എന്നെ കുറിച്ച് ചർച്ച ചെയ്യാനാണോ അതോ ഈ പായസം കൊടുക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഹരി, പായസം കുടിക്കും. എന്താ പ്രത്യേകിച്ച് വിശേഷം? ഇന്ന് എന്റെ ബർത്ത്ഡേ. അത് ശരി, എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? അമ്മ രാവിലെ പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. അങ്ങനെ മഹത്തായ ഈ ജന്മത്തിന് പിറവി സംഭവിച്ചിട്ട് 42 അത് 43 വർഷമാകുന്നു. അപ്പൊ എന്റെ വക പ്രത്യേകം പിറന്നാൾ ആശംസകൾ. താങ്ക് യു. വെറും ആശംസയുള്ളോ? സമ്മാനമൊന്നുമില്ലേ? ഞാനൊന്ന് പുറത്തു പോറാവട്ടെ. ഒരു ദിവസം ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കാം. നിനക്കൊരു ഐസ്ക്രീമും വാങ്ങിക്കൊണ്ടുവരാം. ഐസ്ക്രീമോ? അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ഹൈ റേഞ്ച് ഹോട്ടലിലെ ഫുഡ് മോളിൽ പോയി വയറ് നിറയെ ഫുഡ് കഴിക്കണം. എനിക്ക് വിരോധമൊന്നുമില്ല. ആദ്യമായി പരിചയപ്പെടുന്ന ആളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? സാരമില്ല സജീവ്, ഇറ്റ്സ് ഓക്കെ. മാഷിന് വിവരമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എഗ്രീഡ്. താങ്ക്സ്. ദേവി, എത്രയും വേഗം ഈ കാലിലെ പ്ലാസ്റ്റർ ഒന്നെടുത്ത് നടക്കാറാവണേ. പുറത്തുപോയി ഫുഡ് കഴിക്കാനുള്ളതാ. കാണിക്കിട്ടേക്കാവേ. സജീവേട്ടാ, നേർച്ച വഞ്ചിയിൽ ഒരു 10 രൂപ ഇട്ടേക്കണേ. നിന്റെ നേർച്ചയ്ക്ക് എന്റെ പേഴ്സിലെ പൈസ അതൊന്നും പറ്റില്ല. എന്നാ പിന്നെ മാഷ് ഒരു 10 രൂപ അമ്പലത്തിൽ കാണിക്കിട്ടേര്. മതി മതി നിന്റെ വാചകം. കേട്ടോ ഹരി, വർത്താനം പറയുന്നതിൽ നികുതി ഏർപ്പെടുത്തിയ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരുന്നത് ദൈവളായിരിക്കും. രാജ്യത്തിന് പുറത്തുപോയി ജോലി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണോ ഇതിന്? ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ 1 വർഷമെങ്കിലും വർക്ക് ചെയ്യണം. ശമ്പളം അല്പം കുറവായിരിക്കും, എന്നാലും പഴയ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. വെളിയിൽ ജോലിക്ക് വിടുന്നതിൽ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അക്കാര്യത്തിൽ ഞാൻ ശ്രുതിയുടെ ഭാഗത്താ. ബാംഗ്ലൂർ പോയി ഇത്രയും പൈസ ഇലവാക്കി നഴ്സിംഗ് പഠിച്ചല്ലേ. അയാളുടെ ആഗ്രഹത്തിന് തെറ്റു പറയാൻ പറ്റില്ല. അംബീഷ്യസ് ആയിരിക്കുന്നത് നല്ലതാ. സ്വപ്നങ്ങൾക്ക് ചിറകുണ്ടായിരിക്കണമെന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞത് ശരിയാ. നാട്ടിൽ നിന്ന് എത്രയോ പെൺകുട്ടികൾ ഫോറിനിൽ പോയി ജോലി ചെയ്യുന്നു. ശ്രുതിക്ക് അതാണ് ആഗ്രഹമെങ്കിൽ പോട്ടെ. യു സെഡ് ഇറ്റ്. കാല് പോയിരിക്കുകയാണെങ്കിലും മാഷിന്റെ തലയ്ക്കുള്ളിൽ സംതിങ് ഉണ്ട്. പോട്ടെ സജീവ്, പറയട്ടെ. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. നല്ല ജോലിക്ക് പോകാനല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ നഴ്സിംഗ് പഠിക്കാൻ വിട്ടത്? ഇഞ്ചക്ഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കാനോ? ഈ ലക്ഷ്യത്തിന് വേണ്ടി സമരം ചെയ്യാനും ഞാൻ മടിക്കില്ല. നിരാഹാര സമരമാണെങ്കിൽ നല്ലത്, അത്രയും ലാഭമുണ്ടല്ലോ. ദേ മാഷേ, അത് കലക്കി ഹരി. കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഓ, ഞാൻ പോവാ. എന്താ ഗ്ലാസ് എടുക്കണ്ടേ? എന്നാ ചേട്ടൻ വന്നേ, വാ പോ. അല്ല, സമയം ഇത്രയായിട്ട് നന്ദനെ താഴേക്ക് കണ്ടില്ല. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അറിയില്ല. ഉദയനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. നീയൊട്ടൊന്നും ചോദിച്ചുമില്ല? നിനക്കിനി എന്നാ ഉദയ ഒരു മാറ്റം വരുന്നേ? നന്ദനി ഒന്ന് നിന്നേ. ഇന്നെന്താ ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല. എന്താ, സുഖമില്ലേ? അതുകൊണ്ടല്ല. പിന്നെന്താ കാരണം?
നിന്നെപ്പോലെ മിണ്ടാപ്പൂച്ചായിരിക്കാൻ എനിക്ക് പറ്റില്ല. പതിവില്ലാതെ എന്തെങ്കിലും കണ്ടാൽ ഞാൻ ചോദിക്കും. അതിന് കൃത്യമായി ഉത്തരം എനിക്ക് കിട്ടുകയും വേണം. ഓഫീസിൽ പോകുന്നില്ലെന്ന് നന്ദന തീരുമാനിക്കാൻ കാരണം എന്താ? അവിടെ എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എന്റെ സ്വത്തിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ ഞാനെന്തിന് മറ്റുള്ളവരുടെ സ്വത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം? കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഒരനക്കവും ഇല്ല. പറഞ്ഞു നോക്കി. ഞാനെന്തോ അബദ്ധം പറഞ്ഞു എന്നുള്ള മട്ടിലായിരുന്നു പ്രതികരണം. ഓഫീസിൽ ചെന്ന് അവിടെ ഉള്ളവരുടെ മുഷിച്ചിലും കണ്ട് ബിസിനസ് സംരക്ഷിക്കേണ്ട കാര്യം എന്താന്ന് എനിക്കും തോന്നി. അപ്പൊ അതാണ് കാര്യം. വാശി കൊള്ളാം. ഭാര്യമാരായി ഇങ്ങനെ തന്നെ വേണം. മറ്റൊരു കാരണം കൂടിയുണ്ട്. എനിക്കിനി ഇവിടെ എത്ര നാളെ ഉണ്ടാവുകയെന്ന് അറിഞ്ഞൂടാ. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോവല്ലേ. പെൻഷൻ പറ്റി പിരിയാൻ പോകുന്നവർ ബാക്കിയുള്ള അവധിയെല്ലാം ഒന്നിച്ചെടുക്കുന്ന പതിവില്ലേ? എന്റെ സർവീസ് തീരാൻ പോകുന്ന സ്ഥിതിക്ക് കുറെ ലീവ് എടുക്കാന്ന് വിചാരിച്ചു. ഇത്രയും കേട്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ? അയാളുടെ പ്രതികരണവും കഴിഞ്ഞു. എന്നാലേ നന്ദന പറഞ്ഞതിന് എനിക്ക് മറുപടിയുണ്ട്. നിന്റെ സർവീസ് തീരാൻ പോവാണെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. സ്വയം കേറി അങ്ങോട്ട് വിധി പ്രസ്താവിക്കണ്ട. നിങ്ങളുടെ ദാമ്പത്യത്തെപ്പറ്റി ചില പ്രധാന കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ഇനിയൊരു തീരുമാനമായിട്ടില്ല. അതുവരെ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നന്ദന ചെയ്തേ പറ്റൂ. തുടർന്ന് എന്താ വേണമെന്ന് തീരുമാനം ആയതിനു ശേഷം നമുക്ക് ആലോചിക്കാം. ആത്മാർത്ഥമായിട്ടാണ് ഇത്രയും നാൾ നന്ദന ഓഫീസ് ജോലി ചെയ്തതെങ്കിൽ ഇനിയും നീ അവിടെ പോയിരിക്കും. സമയം ഇത്രയൊക്കെ ആയെന്ന് നീ കൂട്ടാക്കണ്ട. ഇനിയും ഓഫീസിൽ പോയെന്ന് വെച്ച് തകരാറൊന്നുമില്ലല്ലോ. എങ്ങോട്ടാ? സാരി ചേഞ്ച് ചെയ്ത് ഓഫീസിൽ പോവാൻ. എന്താ? എന്തിനാ വന്നേ? ചെവി കേട്ടൂടെ? പേര് നന്ദന. ഞാൻ ഹരിപ്രസാദിനെ ഒന്ന് കാണാൻ വന്നതാ. ഹരിപ്രസാദിന്റെ ആരാ? സുഹൃത്താണ്. സുഹൃത്തോ? എങ്ങനെയുള്ള സുഹൃത്ത്? എന്തിനാ ഇപ്പൊ കാണുന്നത്? എന്താ? ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചോദിച്ചാ എങ്ങനെയാ മറുപടി പറയാ? സുഖമില്ലാതിരിക്കുന്ന ഫ്രണ്ടിനെ കാണാൻ ഒരാൾ വന്നു എന്ന് വിചാരിച്ചാ മതി. ഡോക്ടറാണോ സുഖമില്ലാതിരിക്കുന്ന ആളെ വിസിറ്റ് ചെയ്യാൻ? ഡോക്ടറല്ല, രോഗിയോ അല്ല. ഒരു പുരുഷൻ തനിച്ച് താമസിക്കുന്ന മുറിയിലേക്ക് ഒറ്റയ്ക്കൊരു സ്ത്രീ കയറി ചെല്ലുന്നത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? അതും ബാച്ചിലറായ ഒരു പുരുഷന്റെ അടുത്തേക്ക്. അതെ, ആള് കാല് വയ്യാതെ കിടക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ വന്നത്. ഓ, അതത്ര വലിയ തമാശയൊന്നുമല്ല. എന്താ കുട്ടിയുടെ പേര്? കുട്ടിയോ? എനിക്ക് കുട്ടികളായിട്ടില്ല. ആവുമ്പോ നല്ലൊരു പേര് സെലക്ട് ചെയ്തോളാം. അതിനുള്ള പ്രായം ശ്രുതിക്കുണ്ട്. ഓ, ശ്രുതി. നല്ല പേര്. ഓ ശ്രുതി അല്ല, PC ശ്രുതി. ശരി, ഞാനൊന്ന് അകത്ത് ചെല്ലട്ടെ. അടുത്ത ദിവസം മിക്കവാറും പ്ലാസ്റ്റർ എടുക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ഓഫീസിൽ പോയി തുടങ്ങിയാൽ മതി. പ്ലാസ്റ്റർ എടുത്താലും ഡോക്ടർ പറഞ്ഞിട്ട് ഓഫീസിൽ പോകുന്നത് നല്ലത്. വെറുതെ ഇരുന്ന് വട്ടായെന്ന്. ഉടനെയൊന്നും ബൈക്ക് ഓടിക്കണ്ട. സജീവനോട് പറഞ്ഞ് എന്നും ഓഫീസിൽ കൊണ്ടുവിടും. അത് സാരമില്ല, ഓട്ടോ വിളിച്ചാലും പോവാലോ. എത്ര ഹെൽപ്ഫുൾ ആണെങ്കിലും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് പരിധിയില്ലേ? മുത്തശ്ശിയുടെ മരണം നന്ദനയ്ക്ക് വിഷമായോന്ന് വിശേഷിച്ച് ചോദിക്കണ്ടല്ലോ. ഉദയനൂരെല്ലാരും ഉണ്ടായിരുന്നോ? പഴി തീർക്കാനായി എല്ലാരും ഹാജരായിരുന്നു എന്ന് പറയാം.
മുത്തശ്ശിയുടെ മരണത്തെക്കാൾ അവിടെ ചർച്ചയായത് കോവിലകത്തെ സ്വത്ത് ഷെയർ ചെയ്യുന്ന കാര്യമാണ്. പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ തർക്കമുണ്ടോ? തർക്കേ ഉള്ളൂ. ഒറ്റപ്പെട്ട് ഒഴിഞ്ഞു മാറി നിന്നത് ഞാനും അമ്മയും മാത്രം. എന്നിട്ടും എന്റെ പേരിൽ കുറെ ഒച്ചപ്പാടുണ്ടായി. അതെന്താ അങ്ങനെ? മുത്തശ്ശിയുടെ ഓഹരി എനിക്കാണെന്ന് വിൽപ്പത്രമുണ്ട്. എങ്ങനെയും അതെനിക്ക് കിട്ടാതെ തട്ടിയെടുക്കാനാ ശ്രമം. തന്റെ രണ്ടാനച്ഛനായിരിക്കും അതിനുവേണ്ടി മുമ്പിൽ നിൽക്കുന്നത്. രണ്ടാനച്ഛൻ ആ വാക്കൊരിക്കലും എന്റെ നാവിൻ തുമ്പി വരില്ല. കാരണം അതിലും അച്ഛനെന്ന ശബ്ദമുണ്ടല്ലോ. ആ മനുഷ്യനെ അങ്കിളെന്ന് പോലും ഇതുവരെ വിളിക്കാൻ തോന്നിയിട്ടില്ല. ഭയങ്കര കുഴപ്പക്കാരനായാള്. അമ്മാവന്മാരും അമ്മായിയും ഒന്നും മോശമല്ല. അവരുടെ പൊതുശത്രു ഞാനാ. എക്സ്ക്യൂസ് മീ, അകത്തേക്ക് വരാമോ? വരൂ. സുഖമില്ലാത്ത ആളെ ഡിസ്റ്റർബ് ചെയ്യാനാണോ വന്നത്? വെറുതെ ഇരുന്ന് കത്തിവെക്കുന്നു. Yeah.